ഒരു ദിവസം പെട്ടെന്ന് നിങ്ങളുടെ വാഹനങ്ങളിൽ അടിക്കാൻ ഇന്ധനം ഇല്ലാതാകുന്നു. പെട്രോൾ പമ്പുകൾ അടച്ചുപൂട്ടുന്നു. ലോകമെമ്പാടും വിലക്കയറ്റം കുതിച്ചുയരുന്നു. കേൾക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? എന്നാൽ ലോക ഭൂപടത്തിൽ വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയ കടൽപ്പാത വിചാരിച്ചാൽ ഇത് സംഭവിക്കാം. അതാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മൂന്നിലൊന്നും കടന്നു പോകുന്ന ഈ പാതയെ ലോകത്തിന്റെ കഴുത്തെന്നാണ് വിളിക്കുന്നത്. എന്താണ് ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം? എന്തുകൊണ്ടാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ഈ പ്രദേശം എപ്പോഴും വാർത്തകളിൽ നിറയുന്നത്? നമുക്ക് പരിശോധിക്കാം. ഹോർമുസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ്. ഇതിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 167 കിലോമീറ്റർ നീളമുള്ള ഈ കടലിടുക്കിന്റെ ഏറ്റവും കുറഞ്ഞ വീതി 33 കിലോമീറ്റർ ആണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിൽ ഒന്നാണിത്. ഇതിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളും ഇടുങ്ങിയ രൂപവും വലിയ ഓയിൽ ടാങ്കറുകൾക്കും സഞ്ചരിക്കാൻ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളെ, അതായത് സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഏക ജലപാതയാണിത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20% മുതൽ 25% വരെ ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. പ്രതിദിനം ഏകദേശം 21 ദശലക്ഷം ബാരൽ എണ്ണ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളായ ചൈന, ജപ്പാൻ, ഇന്ത്യ, ദക്ഷിണ കൊറിയ എന്നിവരാണ് ഈ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരായ ഖത്തർ തങ്ങളുടെ ഭൂരിഭാഗം വാതകവും അയക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പരോക്ഷമായി ഇറാന്റെ കൈകളിലാണെന്നും പറയാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുമ്പോഴെല്ലാം ഈ കടലിടുക്ക് വാർത്തകളിൽ നിറയാറുണ്ട്. തങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ പലപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ട്. ഇത് സംഭവിച്ചാൽ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുകയും ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യും. ഈ പാതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ US നേവി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സേനകൾ മേഖലയിൽ നിരീക്ഷണങ്ങൾ നടത്താറുമുണ്ട്. പുരാതന കാലം മുതൽക്കേ പേർഷ്യയും അറേബ്യയും ഇന്ത്യയുമായും കിഴക്കൻ ആഫ്രിക്കയുമായും ബന്ധിപ്പിച്ചിരുന്ന പ്രധാന വാണിജ്യ പാതയായിരുന്നു ഇത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ പ്രദേശം പിടിച്ചടക്കുകയും തങ്ങളുടെ വ്യാപാര ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരും ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ശ്രമിച്ചിട്ടുണ്ട്. ഈ ജലപാത നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇവയാണ്. പ്രാദേശികമായ തർക്കങ്ങൾ കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെ ബാധിക്കാറുണ്ട്. മുൻകാലങ്ങളിൽ ഈ മേഖലയിൽ കടൽക്കൊള്ളക്കാരുടെ ശല്യവും ഉണ്ടായിരുന്നു. വമ്പൻ ഓയിൽ ടാങ്കറുകൾ കടന്നു പോകുന്നത് പരിസ്ഥിതി മലിനീകരണത്തിനും എണ്ണ ചോർച്ചയ്ക്കും കാരണമാകാറുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിലും ഹോർമുസ് കടലിടുക്കിന് വലിയ പങ്കാണുള്ളത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും ഭൂരിഭാഗവും ഈ പാതയിലൂടെയാണ് എത്തുന്നത്. അതിനാൽ ഈ മേഖലയിലെ സമാധാനവും സുരക്ഷിതത്വവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. ഹോർമുസ് കടലിടുക്ക് കേവലം ഒരു ജലപാത മാത്രമല്ല, അത് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാണ്. ഈ നടുങ്ങിയ കടലിടുക്കിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും ലോകത്തെമ്പാടുമുള്ള പെട്രോൾ പമ്പുകളിലെ വിലയും രാജ്യങ്ങളുടെ GDPയും ബാധിക്കുന്നു. ശാന്തമായ ഗതാഗതം ഉറപ്പാക്കുക എന്നത് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ്.